സ്കൂളിൽ പോട്ടാ. പഠിക്കുന്നിട്ടാ. പിന്നെ ഇന്ന് വൈകിട്ടല്ലേ പാരന്റ്സ് മീറ്റിംഗ്. വരണട്ടാ. ഉമ്മക്ക് വയ്യ മുന്നോ. അതെന്തേ? അക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ്, ഭയങ്കര വേദന. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പാനെ പറഞ്ഞ. അത് വേണ്ട. എന്താ? അത് വേണ്ട, ഇപ്പൊ വന്ന് ശരിയാവൂല. അതിപ്പോ വന്നു കഴിഞ്ഞാൽ ആ താടി ഇതൊക്കെ ആക്കിയിട്ട് മുടി ശരിക്കും വെട്ടൂല, തന്താര പോലെ ഇരിക്കും. അത് വേണ്ട. അതെന്താടാ അങ്ങനെ പറഞ്ഞത്? ആന്നില്ല. എന്റെ അന്തന്നല്ലേ അങ്ങനെ? എന്താടാ ഈ പറഞ്ഞത്? ഒരു പുച്ഛം. ഇത്രയും കാലം നോക്കിണ്ടാക്കിയത് എനിക്കറിയാം, ഈ പുച്ഛല്ലേ. നിങ്ങള് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, ഇല്ലേ ആരും വരില്ല. ഇത്രയൊക്കെ പറയാൻ മാത്രം എനിക്ക് നാവ് വെച്ചല്ലോ. ഞാനല്ല അനക്കണ്ട കാലം നോക്കിണ്ടാക്കിയത്. ഞാൻ പെറ്റിട്ട് അങ്ങോട്ട് ഇട്ടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ 10-17 വയസ്സ് വരെ അനക്ക് തിന്നാൻ തന്നിട്ടും അനക്ക് വേണ്ടതൊക്കെ ഉടുക്കാൻ തന്നിട്ടും അന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തന്നിട്ടും ആ മനുഷ്യനാ. അത് ഈ മറക്കണ്ട ട്ടാ. ഈ 17 വയസ്സാകുമ്പത്തിന് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, നാളെ എന്റെ കയ്യിലൊക്കെയാണ് ഈ കുടുംബത്തിന്റെ ചെലവ് വരുന്നെച്ചെങ്കില് എന്തായിരിക്കാര അവസ്ഥ? ആ പാവം രാവെന്നോ പകലിലെന്നോ ഒക്കെ അല്ലാതെ കഷ്ടപ്പെടുക. ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ തരക്കടില്ല. വയ്യാത്ത ഇനിയും നോക്കണം. അന്റെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങള് പഠിച്ചും പൊരുത്തപ്പെട്ടും തോന്നുന്നു നിനക്ക്? അന്റെ വാപ്പയാണ് ആ മനുഷ്യന്ന് പറയൊക്കെ യാതൊരു മാനക്കെടുമില്ല. ഇക്കില്ലാത്ത മാനക്കെട് എന്റെ മോനിക്കും വേണ്ട. അങ്ങേര് വല്ല സമ്മാനപ്പൊതിയോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ഓടി വന്നിട്ട് മേടിക്കുമല്ലോ. അല്ലെങ്കിൽ ജീൻസ് വേണം, എനിക്ക് കൊറിയൻ പാന്റ് വേണം, എനിക്ക് ഷർട്ട് വേണം, ബാഗ് വേണം, കണ്ണട, അത് ഇതൊക്കെ വന്ന് മേടിക്കാനും പറയാനൊക്കെ ഭയങ്കര നാവാണല്ലോ. അവനാന്റെ കാര്യം ടീച്ചേഴ്സിന്റെയും കണ്ണി കണ്ട പെണ്ണുങ്ങളുടെയും അവരുടെ അമ്മമാരുടെയും മുമ്പില് എന്റെ കെട്ടിയ കണക്ക് ഒന്നുമല്ല അല്ലേ. ഇക്കൊരു മാനക്കെടും ഇല്ല. അവന്റെ തന്ത അങ്ങനെ തന്നെയാ. മോനെ, ഈ പറഞ്ഞ വാക്കൊന്നും ഇനി ഒരിക്കലും ഈ പറയരുതിട്ടാ. ഇതൊന്നും അള്ളാക്ക് നിരക്കാത്ത കാര്യങ്ങളാ, മറക്കണ്ടത്. മോനെ, അന്റെ വാക്ക് കേട്ടിട്ട് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അതിലേറെ സങ്കടം. സ്വന്തം വാപ്പ മുടി വെട്ടൂല, താടി വടിക്കൂല, എന്തൊക്കെയാ എന്റെ പരാതികള്. ആടാ, മൂപ്പർക്ക് അതിനൊന്നും നേരമില്ല. മൂപ്പർക്ക് ഈ കുടുംബം തന്നെ നോക്കാൻ നേരമുള്ളൂ. അനക്കൊക്കെ വേണ്ടിയിട്ടേ ഇങ്ങനെ ഓടിച്ചാടി നടക്കുക. വയ്യാഞ്ഞിട്ട് ആ പാവം മനുഷ്യൻ. അതെ, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലട്ടാ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനൊന്നും ചിന്തിക്കരുത് മോനെ. എല്ലാരും ഉമ്മമാര് നൊന്ത് പറ്റ കണക്കൊക്കെ പറയും. പക്ഷെ നൊന്ത് പറ്റിട്ട് വാപ്പാരെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ കയ്യിൽ പൈസ വരുവോളം ഓരോ കാര്യത്തിന് ഓടി നടന്ന് ചെയ്തു തരുന്ന വാപ്പാരാ. അത് നിങ്ങൾ മറക്കരുതിട്ടാ. ഉമ്മാനെ മറക്കണം എന്നല്ല പറഞ്ഞത്, ഇപ്പാനെ മറക്കാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കിയൊക്കെ, നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള പണികളായി ഇപ്പൊ ഓടി അടക്ക. നിങ്ങൾ എത്തിയ ഇത് ബന്ധ മരുന്നല്ലേ? അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇപ്പൊ വരണട്ടാ. ഇപ്പൊ എന്തായാലും വരണേ. അതിന് ബുദ്ധിയില്ലാത്ത നിങ്ങളെന്റെ കുട്ടികൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടാ. പാവാണ്. നേരാവും. നിങ്ങടല്ലേ മോൻ. എനിക്ക് ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? അപ്പോളേ വൈകുന്നേരം കുട്ടിയുടെ സ്കൂളിലേക്ക് പോവാൻ മറക്കണ്ടട്ടാ. ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരം വന്ന് ഇവിടെ കരച്ചിലേക്കാണ്.
നിങ്ങള് പറഞ്ഞോ കൂടെ കമിച്ചിട്ട് വരാണ്. നിങ്ങള് കാണും. ഒരു മിനിറ്റ്, ഞാൻ ഏതെങ്കിലും സൈഡ് പിച്ചിട്ടുണ്ട്. എന്താ ചങ്ക ശരിക്കും ചൂടാവുമ്പോ പൊറോടൊക്കെ വരികണ് ചെയ്ത് തീർക്കുമ്പോ നിങ്ങളാക്കി പറയണ്ട. നിങ്ങളെ കാണുമ്പോ തന്നെ ചിരി വരിക. എന്തടയ്യാ മതിട്ടാ ഒരു പരിമിതിന്റെ. ഇനി എന്താ പറയണ്ടേ രാജിക്ക? ഇനി എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത്? വാ എന്നോട് പൊറുക്കണം കേട്ടാ. ചിരിക്കല്ലടാ, ഇത് ഇതാക്കിട്ട് പറയടാ. നിഹാദെ കേട്ടെന്ന് അറിയുമ്പോഴേ ഒരു വിഷമത്തോട് ഇങ്ങനെ നോക്കുക. പറട്ടാ, ആക്ഷൻ. ചിക്കൻ ബിരിയാണി. വാ എന്നോട് പൊറുക്കണം കേട്ടാ. ഇല്ല ആ അവിടെ നിന്ന് എണിക്കുക. അതാ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുഖത്തേക്ക് നോക്കിയാൽ മതി. ഒന്ന് മുഖത്തേക്ക് നോക്കുക, എന്നിട്ട് എണിക്കുക. വേണ്ട, ഇവിടെ തന്നെ നിന്നോ. ആ ഇവിടെ മതി. ഇതൊക്കെ എടുത്ത് നോക്ക് നിഹാദെ, ഇങ്ങനെ നോക്കി പാനെ. അങ്ങനല്ല, ഒന്ന് പറഞ്ഞു താടിമണി കെട്ടി അവിടെ നിന്ന് പറയടാ. ആക്ഷൻ.